ഹായ് മക്കളെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം. എടാ, നിങ്ങൾ പഠിച്ച് തുടങ്ങി, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. എന്താണ് നിങ്ങൾ തുടങ്ങിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. എപ്പോഴാണ് തുടങ്ങിയെന്നുള്ളത്. അതേപോലെ തന്നെ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല, ചിലപ്പോൾ അത് നിങ്ങളതല്ലാത്ത കാരണങ്ങളായിരിക്കും. ലാബുകളും അതേപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ച് പഠിക്കാൻ സമയം കിട്ടാത്തതായിരിക്കാം, ലാബ് റെക്കോർഡ് ചെയ്താണ്. എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അതായത് കേരളത്തിലെ മക്കൾ എത്രത്തോളം പഠിച്ചു തുടങ്ങി എന്നുള്ള ഒരു ഐഡിയ എന്താണ് നമുക്ക് എല്ലാവർക്കും കിട്ടും. ആൻഡ് നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ് മറന്നും തുടങ്ങിയിട്ടുണ്ടാവും. അതായത് ജനുവരി 1 മുതലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. ജനുവരി 1 പഠിച്ചത് എന്ത് ചെയ്തിട്ടുണ്ടാവും, 10-ാം തീയതി ആകുമ്പോഴേക്ക് മറന്നുപോയിട്ടുണ്ടാവും. 2 പഠിച്ചത് 11 മറന്നുപോയിട്ടുണ്ടാവും. 3 പഠിച്ചത് 12 മറന്നുപോയിട്ടുണ്ടാവും. അപ്പം ഒരു സൈഡ് നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നു, മറ്റൊരു സൈഡ് നമ്മളിങ്ങനെ മറന്നു. ജനുവരി 17 അല്ലേ. അപ്പം ഇങ്ങനെയാണെങ്കിൽ സത്യത്തിൽ എന്താ, ഇതൊരു നഷ്ടക്കച്ചവടം അല്ലേ. അതായത് നമ്മളിങ്ങനെ പഠിച്ച് പോകും, അവസാനം മോഡൽ എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ പോർഷൻസ് ഒക്കെ തീർത്തിട്ടുണ്ടാകും. പക്ഷേ എന്തായിരിക്കും, അപ്പോഴും 10% പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിൽ നല്ല പഠിക്കാത്തല്ലേ അവസാനം പഠിക്കുന്നത്, അങ്ങനെ കരുതുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവസാനം പഠിച്ചാലേ ഇപ്പോൾ പഠിച്ചാൽ എന്തായാലും മറന്നു എന്നുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ശരിക്കും പഠിച്ചത് ഓർത്ത് വെക്കാൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് വേണ്ടേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് ഈ നീറ്റിനൊന്നും എന്ത് ചെയ്യാനാവില്ല, ഫുൾ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ +1 +2 തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ട്. നീറ്റിന് ബയോളജി എൻ്റയർ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്നതാണ്. അതിലും ഒരുപാട് കുട്ടികൾക്ക് നീറ്റ് കിട്ടാത്ത കുട്ടികൾ, ഫിസിക്സും കെമിസ്ട്രിയിലും മാർക്ക് കുറവുള്ള കുട്ടികൾ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ബയോളജിയിൽ ഫുൾ മാർക്ക് 360 വാങ്ങാറുണ്ട്. ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിയ എക്സാമായ സിവിൽ സർവീസ് എക്സാമിലൊക്കെ നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിനേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള 5-10 ടെക്സ്റ്റ് ബുക്കുകളർക്ക് എന്ത് ചെയ്യാണ്ട് ഓർത്ത് വെക്കാനുണ്ട്. അതൊക്കെ അവരെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരൊറ്റ ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. ഇത് ശാസ്ത്രീയമായിട്ടുള്ള സാധനം കേട്ടോ. എന്താ ഈ സ്പേസ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലൈഫിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ +1 സ്കൂൾ എത്തിയപ്പോൾ കുറേ പുതിയ കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കണ്ടപ്പോൾ എന്തൊരു പേര് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരെന്താണ്, എൻ്റെ ഫാത്തിമ സഹല എന്നാ പേര് എന്ന് പറയും. അപ്പോൾ പിറ്റേ ദിവസം കാണോ നല്ല ഭംഗിയുള്ള കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോലായിരിക്കും. അല്ലെങ്കിൽ എന്താ, ഇത് സഹലയാണോ അല്ലെങ്കിൽ എന്താണ് റിൻസയാണോ അല്ലെ ഷഹലയാണോ, ആകെ കൺഫ്യൂഷൻ ആവും. രാവിലെ ഇങ്ങനെ അവളെ കണ്ടപ്പോൾ എന്തായിരിക്കും പേരൊന്നും മിണ്ടിയില്ല. പിന്നെ ആയിരിക്കും പുതിയൊരു സാർ വരുന്നു, ഓരോരുത്തരെ എണീറ്റ് ചുപ്പിച്ച് പേര് വയ്ക്കുന്നു. അപ്പോൾ സഹല, ഓ സഹല അല്ലേ. ചിലപ്പോൾ അന്നേനെ ഓർമ്മ വരും. ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അടുത്ത ദിവസം വീണ്ടും പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് അവളെ ഫ്രണ്ട് ആരെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിക്കും, എടാ നീ ഒന്ന് ഓളെ പരിചയപ്പെട്ടില്ലെങ്കിൽ ഓളോട് പേര് വയ്ക്കാനോട് മറന്നേ. അപ്പോൾ സഹല. അങ്ങനെ എന്താണ്, ഇന്നിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ 60-70 കുട്ടികളുടെ എല്ലാവരുടെ പേരും നമ്മൾ പഠിച്ചിട്ടില്ലേ. ഈ സെയിം സാധനമാണ് എന്ത്, നമ്മളുടെ സ്പേസ്ഡ് റിപ്പീറ്റേഷനിലുള്ളത്. ഇതിൽ വേറൊരു ചെറിയൊരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ സഹല എന്ന് പറയുന്നത് നമ്മൾ അനിയത്തിൻ്റെ പേരാന്ന് എഴുതിക്കോ. അങ്ങനെയാണ് അന്ന് തന്നെ നമുക്ക് ഓർക്കൂലേ. ഇവിടെ കാണും അനിയത്തിൻ്റെ മുഖമൊക്കെ ഓർമ്മ വരും. അതിനാണ് ന്യൂമോണിക്സ്. അങ്ങനെ നമ്മൾ വേറൊന്നുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് അങ്ങനെ. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബയോളജിയിലും അതേപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് +2 ഫിസിക്സിലാ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ കളർ കോഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ഗ്രീൻ ഫോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം ഞങ്ങൾ പഠിച്ച എൻ്റെ ഒരു ഓർമ്മയില്ല. ഗ്രേറ്റ് ബ്രിട്ടൻ, എന്തോ റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പിന്നെ മറന്നില്ല. അപ്പോൾ അതേപോലെ കണക്ട് ചെയ്ത് നിങ്ങൾ അനിമൽ കിങ്ഡത്തിലും പ്ലാന്റ് കിങ്ഡത്തിലൊക്കെ +1 എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ കാര്യം ഇങ്ങനെ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊരു മെത്തേഡാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആണ്. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ പ്രകാരം പറയുന്നത് നമുക്കൊരു മെമ്മറി കർവ് ഉണ്ട് എന്നാണ്. അതായത് ഇതാണ് നമ്മളുടെ മെമ്മറി കർവ്, ഇങ്ങനെ പോവും. അതായത് ഇന്ന് നമ്മൾ 100% പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഡേ എത്തുമ്പോഴത്തേക്ക് 50% മാറും. അതിങ്ങനെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് എന്തുള്ളത്, നമ്മളുടെ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെ നമ്മളുടെ കൂടെ പഠിച്ച കുട്ടികളുടെ പേര് നമുക്ക് എന്ത് ചെയ്യാത്ത ഓർമ്മയില്ലാത്ത. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് പിന്നെ ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ തന്നെ 4-ാം ക്ലാസ്സിലൊക്കെ എന്താ പറയുക, അടിപൊളിയായിട്ട് പാടിക്കൊണ്ടിരുന്ന ഏറ്റവും എളുപ്പമുള്ള കവിതകൾ ഇപ്പം നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ലേ. അതിങ്ങനെ മറന്നു പോകുന്ന സാധനമാണ്. അതേ സ്ഥാനത്ത് എന്താണ്, ഇതിടക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇടയ്ക്ക് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്നും കൂടെ റീവൈൻഡ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കർവ് ഇങ്ങനെയാവും, പിന്നെ ഒന്നും കൂടെ റീവൈൻഡ് ഇങ്ങനെയാവും, പിന്നെ ലാസ്റ്റ് എന്താവും, മറക്കാത്ത രീതിയിലാവും. അങ്ങനെയാണ് എന്ത് ചെയ്തത്, നമ്മളുടെ പേരും നമ്മളെ പാരൻസിൻ്റെ വീട് ഏട്ടൻ്റെ അനിയൻ്റെയും പേരുകളൊക്കെ പഠിച്ചത് വീണ്ടും കറക്റ്റ് ചെയ്ത് പോകാം. ഇതാണ് ലോജിക്ക്. എന്ത് സാധനത്തിനും ഇത് അപ്ലിക്കബിൾ ആണ്. എനിക്ക് ബൈഹാർട്ട് നടക്കൂല എന്ന് പറയുന്ന കുട്ടികളൊക്കെ ഈ കാര്യം മാത്രം ചെയ്താൽ മതി. എന്തിനാണ്, ഇടയ്ക്കൊന്നും കൂടെ റിവൈൻഡ് ചെയ്യുക എന്നുള്ള സംഭവമാണ് അല്ലേ. അവസാനം അത് എന്നും എന്താ നെഞ്ചിൽ പതിയും അല്ലേ. നമ്മൾ അനിയൻ്റെ പേര് എപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഈ സെയിം ലോജിക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ സ്പേസ് റിപ്പീറ്റേഷനിൽ കൂടെ പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ ഇപ്പം കരുതുന്നുണ്ട്, സാറേ
പഠിക്കാൻ തന്നെ നേരെയില്ല, റിവൈസ് ചെയ്യാനാണ് പിന്നെ സമയം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ ഇതൊരു നഷ്ടക്കച്ചവടമാക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്തോ, 10 ചാപ്റ്റർ പഠിക്കുന്നതിൽ 8 ചാപ്റ്റർ പഠിച്ചിട്ട് 2 ചാപ്റ്റർ പഠിക്കേണ്ട സമയം റിവൈസ് ചെയ്താൽ ആ 8 ചാപ്റ്റർ അവിടെ നിൽക്കും, 2 പിന്നെ പഠിക്കേണ്ടുള്ളൂ. ആ ലോജിക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കുക. എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ളത്. മക്കളെ, അവിടെ എന്തുണ്ട്, ഒരു സയൻറ്റിഫിക് ട്രെക്കും കൂടെ ഉണ്ട്, ആക്റ്റീവ് റീകോൾ. ഓക്കെ, അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ചാപ്റ്റേഴ്സ് മിക്കവാറും പഠിക്കുന്നുണ്ടാവുക, എന്താണ് ചാപ്റ്റേഴ്സ് മിക്കവാറും പഠിക്കുന്നുണ്ടാവുക ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിൻ്റെ കേസിൽ ഒരു ചെറിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. എഡ്യൂപോർട്ടിൻ്റെ അടക്കമാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെയുള്ള പാറ്റേൺ പ്രകാരമാണ് മിക്ക ചാപ്റ്റേഴ്സും എടുത്തിട്ടുള്ളത്. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി വേറെ ഏതെങ്കിലും ചാനൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളെ ബൂസ്റ്റർ ബാച്ചിലുണ്ട്. എന്ന് മാത്രമല്ല, ചില കുട്ടികളുടെ മെയിൻ പ്രശ്നം വരുന്നത്, സർ ഓരോ ദിവസം എന്താ പഠിക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടല്ലോ, ആ കൃത്യമായ പ്ലാൻ പ്രകാരം എന്തുണ്ട് നമ്മളെ ബൂസ്റ്റർ ബാച്ച് ഇപ്പോഴും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, അല്ലെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഞാനൊരു ഫോം വെച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആക്റ്റീവ് റീകോൾ. അത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ വീഡിയോ കണ്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ വീഡിയോ കണ്ട് പഠിക്കുമ്പം ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നോട്ട് എഴുതണം. സാർ ഈ നോട്ടൊന്നും ഞാൻ പിന്നെ വായിക്കില്ല. പിന്നെ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്, ആ നോട്ട് എഴുതുമ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ രണ്ടാമത് നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങളെ ഫ്രണ്ടിന് ഇത് ഈ നോട്ട് വെച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും. കാര്യം മനസ്സിലായില്ലേ? നോട്ട് എഴുതണം എന്ന് മാത്രമല്ല, വേറൊരാളെ പഠിപ്പിക്കണം ഈ നോട്ട് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ കുറച്ചും കൂടി, ഇപ്പം തന്നെ ആലോചിച്ച് കുറച്ചും കൂടെ ശ്രദ്ധ വരുന്നില്ല. അപ്പം ഒരു കാര്യമുണ്ട്, ചില കുട്ടികൾ ഇത് കരുതിയിട്ട് എന്ത് ചെയ്യും, നോട്ട് അങ്ങ് എടുത്തിലെത്തും. ഒരു PhD ഒക്കെ പോലെയാണ്, പെർഫെക്റ്റ് ആയിട്ട് ലൈനൊക്കെ വരച്ച് എന്താ പറയുക, റെഡ് കളറിൽ മാർക്ക് ചെയ്യും, ചിലപ്പോൾ എന്താ പച്ച ബോക്സ് ഇടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ സമയങ്ങളിലാണ് ക്ലാസ് കാണുമ്പോൾ മാക്സിമം പോസ് ചെയ്യാതെ എഴുതുന്ന രീതിയിലേ നോട്ട് എഴുതുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നോട്ട് അത്ര പെർഫെക്റ്റ് ആവരുത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അതെന്ത് ചെയ്യുക, ഏറ്റവും ബൈറ്റ് സൈസ്, നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാനൊന്നല്ല, ഏറ്റവും ബൈറ്റ് സൈസിൽ നിങ്ങൾ എഴുതുക. ചെറിയപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നോട്ട് ഇതിനായിട്ട് ഓരോ ദിവസം പഠിക്കുന്ന ഇങ്ങനെ ഓർഡറിൽ എഴുതാനുള്ള ഒരു സാധനം എടുത്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ സമയമൊന്നും സ്പെൻഡ് ചെയ്യണ്ട. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഒരുപാട് സമയം തിന്നിട്ട് വെറുതെ ഇങ്ങനെ ചിന്തിച്ച് അങ്ങോട്ട് കാട് കയറാറുണ്ട് അല്ലേ. അതായത് എനിക്കിപ്പോൾ 17 വയസ്സ്, അടുത്ത കൊല്ലം എവിടെയെങ്കിലൊക്കെ ചേർന്ന 3 കൊല്ലം കൊണ്ട് കഴിയും ഡിഗ്രി. അപ്പോൾ 21 വയസ്സ് കല്യാണം കഴിക്കാം. കല്യാണം ഇപ്പോൾ ആരെ കഴിക്കും, അന്ന് കണ്ട ഓനെ കഴിച്ചു. ആ ഒരു സാധനമില്ലേ. അപ്പം ഇങ്ങനെ അതേപോലെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. അത് ഇന്നലെ നമ്മളെന്താ പഠിച്ച മാത്സിലെ സെറ്റിൽ എന്തൊക്കെ ടോപ്പിക്കായിരുന്നു. സെറ്റ് ഏറ്റവും ഫസ്റ്റ് റോസ്റ്റർ ഫോമും അതേപോലെ തന്നെ എന്താണ് സെറ്റ് ബിൽഡർ ഫോമും. അതിൽ തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ അതിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ലേ, അതിന് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ള ചോദ്യം വരിക. പിന്നെ നമുക്ക് ഇൻ്റർവെൽ ഫോം ഉണ്ടായിരുന്നു. അത് 2 രീതിയിൽ, ഇൻ്റർവെൽ തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമും നേരെ തിരിച്ചു. പിന്നെ അടുത്തത് എന്താ, സബ്സെറ്റ് നിന്ന് 3 തരം ചോദ്യമുണ്ട്. സബ്സെറ്റ് എഴുതാൻ ചോദിക്കും, സബ്സെറ്റിൻ്റെ എണ്ണം ചോദിക്കും, സബ്സെറ്റിൻ്റെ എണ്ണം തന്നിട്ട് എത്ര എലമെൻ്റ് എന്ന് ചോദിക്കും. അടുത്തത് കിട്ടി. പിന്നെ ഓപ്പറേഷൻസ് ഉണ്ട്, എത്ര ഓപ്പറേഷൻസ് ഉണ്ട്, 4. ആ ഒരു സാധനത്ത് പോകും. ഇടയ്ക്ക് നിങ്ങൾക്ക് അയ്യോ ഓപ്പറേഷൻ സെറ്റ് ഏതൊക്കെയായിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പം എന്ത് ചെയ്യാം, മെല്ലെ ഈ സാധനം മറിച്ച് നോക്കുമ്പോൾ വീണ്ടും എന്തേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് യൂണിയൻ എന്ന് പോലും ഉണ്ട്. ഇങ്ങനെ കുറേ ചിഹ്നങ്ങളെ ചിലപ്പോൾ എന്തുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താ യൂണിയൻ. അങ്ങനെ ഇതിനാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്, നോട്ടിൽ മൊത്തം എഴുതിയിട്ട് ഇങ്ങനെ വായിച്ച് നോക്കുകയാണെങ്കിൽ അത് വെറും പാസീവ് റീകോൾ ആണ്, വലിയ എഫക്റ്റ് ഒന്നുമില്ല. അതായത് ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് നോട്ടിൽ ഇങ്ങനെ വായിച്ച് നോക്കിയല്ലേ, റോസ്റ്റർ ഫോം ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോം ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഓർത്ത് വെച്ചിട്ട് മിസ്സാവുമ്പോൾ മാത്രം എടുത്തു നോക്കുക. അപ്പം മനസ്സിലൊരു ക്ലിക്ക് ഉണ്ട്. എങ്ങനെ ക്ലിക്ക്, നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ മോളെ പേരെന്താന്ന് ചോദിച്ചിട്ട് സഹല എന്ന് പറയുമ്പോൾ സഹല എന്ന് പറഞ്ഞ സാധനമില്ലേ, ആ സാധനമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, +1. അതായത് നിങ്ങൾ ഇന്ന് പഠിച്ചാൽ നാളെ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾ ചെയ്തിരിക്കണം. ഇന്ന് പഠിച്ചാൽ നാളെ ചെയ്തിട്ട് എന്ത് ചെയ്തോ, നിങ്ങൾ വിട്ടോ. അതായത് അറിയാത്തത് മാത്രം നോക്കി വെച്ചിട്ട് അതൊരിക്കൽ ചെയ്യാം. എപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ചെയ്യാം, വാഷ്റൂമിലിരിക്കുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്തിനാ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാം. പിന്നെന്താ, എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് അതിനായിട്ട് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് സമയം കിട്ടും, ഉറപ്പാണ്. പിന്നെ എന്തുണ്ട്, 2-3 മണിക്കൂർ പഠിച്ചതൊക്കെ ഇങ്ങനെ ചെയ്യാൻ മാക്സിമം 10 മിനിറ്റേ വേണ്ടൂ. അതിലപ്പുറം ഒന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും സൺഡേസിൽ ആ ആഴ്ച എടുത്തത് മുഴുവൻ ഇതുപോലെ ഒന്ന് ചെയ്യണം. ചില കുട്ടികളുണ്ട് അത് ഭയങ്കര റിയാലിറ്റി ആണല്ലോ അത്. അതായത് പഠിച്ചതൊന്നും ഓർമ്മയില്ല, ഞാൻ നോക്കിയാൽ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ നോക്കൂല, എൻ്റെ ടെൻഷൻ കയറും.
എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ, അതായത് നിന്റെ ടെൻഷൻ ഈ ഞായറാഴ്ച കയറുന്നതാണോ അല്ലെ പരീക്ഷാ ഹാളിൽ കയറിയിട്ടൊന്നും ഓർമ്മയില്ലാത്തതാണോ നല്ലത്? എടാ ഈ പ്രാക്ടീസൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഇത് ഞാനിവിടുന്ന് എന്തല്ല നാട്ടിലേതേ ബുക്കിന്നൊന്നും പറയുന്നില്ല, എന്താ സ്റ്റാൻഫോർഡും ഹാർവേർഡൊക്കെ റിസർച്ച് നടത്തിയ സാധനമാണ് പറയുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. സൺഡേ എന്ത് ചെയ്യണം, ഒരു 2 hour ആ ഒരാഴ്ച പഠിച്ചത് നിങ്ങളൊന്ന് വെച്ച് നോക്ക്. പിന്നെ മാസത്തിൽ ഒരിക്കൽ ചെയ്യണം, ഇനി അങ്ങനെ മാസമൊന്നും നമ്മളെ മുന്നിലില്ല. ഇത് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും പഠിച്ച മറക്കില്ല. ഞാൻ വീണ്ടും പറയാണ്, 10 പാഠം റിവൈസ് ചെയ്യാതെ, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ചെയ്യാതെ, ആക്റ്റീവ് റീകോൾ ചെയ്യാതെ പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 8 പാഠം ഇതൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കും. നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് ഇവിടെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വപ്നം കാണുന്ന സമയമൊക്കെ ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ഫോണാണ്, ഒന്ന് ഫ്രീ ആകുമ്പോൾ ഫോൺ. ആ ഫോൺ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ സാധനമൊക്കെ തടയും. അത് നിങ്ങൾ കുറയ്ക്കണം. അതായത് ഇപ്പോൾ എനിക്ക് തന്നെ പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ലിഫ്റ്റ് കയറുമ്പോൾ എന്ത് ചെയ്യും, അറിയാതെ എൻ്റെ കൈ എൻ്റെ പോക്കറ്റിൽ പോകും. ഞാൻ തന്നെ ഇപ്പോൾ അത് നോട്ടീസ് അങ്ങനെ നിർത്തുന്നുള്ളതാണ്. എൻ്റെ വാട്സപ്പ് ഇങ്ങനെ എടുത്ത് ഓരോ മെസ്സേജ്, സംഭവം പ്രൊഡക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ്, പക്ഷേ അതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലിഫ്റ്റ് കയറുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റിയിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ ഫോൺ അഡിക്ഷൻ നിങ്ങൾക്കുണ്ട്, അതെന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ ഇതുള്ളൂ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സോ എന്തായാലും നിങ്ങൾ 2 or 3 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.